മനുഷ്യചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്നും സജീവമായ ചർച്ചകൾക്ക് വഴിമാറുന്ന ഒരു നാമമാണ് മരിയത്തുൽ കിബ്തിയ. ഈജിപ്തിന്റെ നൈൽ നദിക്കരയിൽ നിന്ന് അറേബ്യയുടെ മണൽപ്പരപ്പുകളിലേക്ക് ഒരു സമ്മാനമായി അയക്കപ്പെട്ടവൾ. വെറുമൊരു അടിമപ്പെൺകുട്ടി എന്നതിലുപരി ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ പല കുടുംബചിത്രങ്ങളിലും അവൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആരായിരുന്നു മരിയ? എങ്ങനെയാണ് അവൾ മുഹമ്മദ് നബിയുടെ ജീവിതത്തിലേക്ക് കടന്നുവന്നത്? പ്രവാചക പത്നിമാർക്കിടയിൽ മരിയയുണ്ടാക്കിയ അസ്വസ്ഥതകളും അവൾക്കുണ്ടായ പുത്രൻ ഇബ്രാഹിമുമൊക്കെ ചേരുന്ന ഒരു വലിയ ചരിത്രകഥയാണിത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്നത് മരിയത്തുൽ കിബ്തിയയുടെയും ആ കാലഘട്ടത്തിന്റെയും അണിയറക്കഥകളാണ്. ഹിജ്റ 7-ാം വർഷം. മദീന അന്ന് വെറുമൊരു പട്ടണമല്ല, മറിച്ച് രാഷ്ട്രീയമായും സൈനികമായും കരുത്താർജിച്ച ഒരു ഭരണകേന്ദ്രമായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ കരുത്തിന്റെ പശ്ചാത്തലത്തിലാണ് അയൽരാജ്യങ്ങളിലെ ഭരണാധികാരികളിലേക്ക് തന്റെ സന്ദേശമെത്തിക്കാൻ മുഹമ്മദ് നബി തീരുമാനിക്കുന്നത്. ബൈസന്റൈൻ ചക്രവർത്തി ഹെരാക്ലിയസ് മുതൽ ഈജിപ്തിലെ മുഖൌഖിസ് വരെയുള്ളവർക്ക് അദ്ദേഹം കത്തുകളയച്ചു. ഓരോ ഭരണാധികാരിയും ആ സന്ദേശത്തോട് ഓരോ രീതിയിലാണ് പ്രതികരിച്ചത്. പേർഷ്യൻ ചക്രവർത്തി കോസ്രോസ് കത്ത് കീറിക്കളയുകയും ദൂതനെ ആക്ഷേപിക്കുകയും ചെയ്തപ്പോൾ ഈജിപ്തിലെ ഭരണാധികാരിയായ മുഖൌഖിസ് തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ലെങ്കിലും മദീനയിൽ നിന്നുള്ള ദൂതനെ ആദരവോടെ സ്വീകരിക്കുകയും മുഹമ്മദ് നബിക്ക് വിലപ്പെട്ട സമ്മാനങ്ങൾ കൊടുത്തുവിടുകയും ചെയ്തു. ആ സമ്മാനപ്പൊതികൾക്കൊപ്പം മദീനയിലെത്തിയത് 2 പെൺകുട്ടികളായിരുന്നു, മാരിയയും സഹോദരി സിറീനും. അവർക്കൊപ്പം മാബൂർ എന്ന പേരുള്ള ഒരു പുരുഷ അടിമയും ഒരു വെളുത്ത കോവർ കഴുതയും ഈജിപ്തിലെ വിശിഷ്ടമായ വസ്ത്രങ്ങളും സുഗന്ധദ്രവ്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടികളിൽ അതീവ സുന്ദരിയായിരുന്ന മാരിയയെ നബി തന്റെ സ്വന്തം അധീനതയിൽ നിലനിർത്തി. അവളുടെ സഹോദരി സിറീനിനെ പ്രശസ്ത കവിയായിരുന്ന ഹസ്സാൻ ബിൻ സാബിത്തിന് സമ്മാനമായി നൽകുകയും ചെയ്തു. സുഹൃത്തുക്കളെ, ഇവിടെ നാം നമ്മുടെ ഉൾക്കാഴ്ച വെച്ച് ഒരു വിശകലനം നടത്തണം. ദീനിന്റെ മതം പ്രചരിപ്പിക്കാൻ വന്ന മുഹമ്മദ് എങ്ങനെ അടിമസ്ത്രീയെ സമ്മാനമായി സ്വീകരിച്ചു? ആ അടിമസ്ത്രീയിൽ എങ്ങനെ ഒരു കുഞ്ഞു പിറന്നു? ദീനീ പ്രചാരണത്തിന് വന്ന പ്രവാചകൻ ആ കർത്തവ്യമല്ലേ നിർവഹിക്കേണ്ടത്? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇവിടെ നിന്നാണ് മാരിയയുടെ മദീനയിലെ ജീവിതം ആരംഭിക്കുന്നത്. മദീനയിലെത്തിയ മാരിയയെ നബി താമസിപ്പിച്ചത് നഗരത്തിന് അല്പം മാറി ഖുബാക്കടുത്തുള്ള അൽ ആലിയ എന്ന സ്ഥലത്തായിരുന്നു. നബിയുടെ മറ്റ് പത്നിമാരുടെ വീടുകൾ പള്ളിക്ക് സമീപമായിരുന്നുവെങ്കിലും മാരിയയ്ക്ക് അവിടെ പ്രത്യേക ഇടം നൽകിയത് മറ്റ് ഭാര്യമാർക്കിടയിൽ ചെറിയ രീതിയിലുള്ള അസൂയയ്ക്ക് തുടക്കമിട്ടു. മാരിയ അങ്ങേയറ്റം സൗന്ദര്യവതിയായിരുന്നു എന്നതു മാത്രമല്ല, ഇതിന് കാരണം അവൾ പ്രവാചകൻ നൽകിയ ഏറ്റവും വലിയ ഭാഗ്യം കൂടി അവിടെയുണ്ടായിരുന്നു. വർഷങ്ങളായി ആൺമക്കളില്ലാതിരുന്ന നബിക്ക് മാരിയയിൽ ഒരു മകൻ ജനിച്ചു, ഇബ്രാഹിം. അതോടെ മാരിയയുടെ പദവി ഉമ്മുവലദ് അഥവാ യജമാനന്റെ മകനെ പ്രസവിച്ച അടിമസ്ത്രീ എന്ന തലത്തിലേക്ക് ഉയർന്നു. ഇസ്ലാമിക നിയമപ്രകാരം ഒരു ഉമ്മുവലദിനെ വിൽക്കാൻ പാടില്ല, യജമാനന്റെ മരണശേഷം അവർ സ്വതന്ത്രയാവുകയും ചെയ്യും. എന്നാൽ ഈ സൗഭാഗ്യങ്ങൾക്കിടയിലും മാരിയയ്ക്ക് മദീനയിൽ നേരിടേണ്ടി വന്നത് കടുത്ത വെല്ലുവിളികളായിരുന്നു. അവൾക്കൊപ്പമെത്തിയ മാബൂർ എന്ന അടിമയുമായി മാരിയയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന രീതിയിലുള്ള അപവാദങ്ങൾ നഗരത്തിൽ പ്രചരിച്ചു. ഇതിൽ കോപിതനായ നബി സംശയം തീർക്കാൻ അലിയെ മാബൂറിന്റെ അടുത്തേക്ക് അയച്ചു. എന്നാൽ അലി അവിടെ കണ്ട കാഴ്ച അവിശ്വസനീയമായിരുന്നു. മാബൂർ ഒരു ഷണ്ടനായിരുന്നു, അതായത് ലൈംഗികാവയവങ്ങൾ നീക്കം ചെയ്യപ്പെട്ട ഒരു വ്യക്തി. അതോടെ മാരിയയ്ക്കെതിരെയുള്ള ആ വലിയ ആരോപണം കെട്ടടങ്ങുകയായിരുന്നു. മാരിയയുമായി ബന്ധപ്പെട്ട മറ്റൊരു വലിയ വിവാദം ഖുർആനിലെ സൂറത്തു തഹ്രീം എന്ന അധ്യായത്തിലെ ആദ്യ വചനങ്ങൾ ഇറങ്ങാൻ കാരണമായി എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. സംഭവമിങ്ങനെയാണ്. പ്രവാചക പത്നിയായിരുന്ന ഹഫ്സയുടെ വീട്ടിൽ നബി മാരിയയുമായി സമയം ചെലവഴിച്ചു. ഹഫ്സ വീട്ടിലില്ലാത്ത സമയത്തായിരുന്നു ഇത്. തിരിച്ചുവന്ന ഹഫ്സ തന്റെ വിരിപ്പിൽ മറ്റൊരു സ്ത്രീയുമായി നബിയെ കണ്ടതിൽ പ്രകോപിതയായി. തന്റെ പദവി ചോദ്യം ചെയ്യപ്പെട്ടുവെന്ന് അവർ പരാതിപ്പെട്ടു. അന്ന് ഹഫ്സയെ സമാധാനിപ്പിക്കാൻ നബി ഒരു സത്യം ചെയ്തു, ഇനി മേലിൽ താൻ മാരിയയുമായി ബന്ധപ്പെടില്ല എന്ന്. എന്നാൽ ഈ രഹസ്യം ആരോടും പറയരുതെന്ന് അദ്ദേഹം ഹഫ്സയോട് ആവശ്യപ്പെട്ടെങ്കിലും ഹഫ്സ അത് ആയിഷയോട് പങ്കുവച്ചു. ഈ സംഭവവികാസങ്ങളെ തുടർന്നാണ് പ്രവാചകനെ, അല്ലാഹു നിനക്ക് അനുവദനീയമാക്കിയതിനെ നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് നീ എന്തിന് നിഷിദ്ധമാക്കുന്നു എന്ന ഖുർആൻ വചനം അവതരിച്ചത് എന്ന് ക്ലാസിക്കൽ മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നു. മാരിയയോടുള്ള ഈ പ്രത്യേക അടുപ്പം നബിയുടെ മറ്റു പത്നിമാരിൽ പ്രത്യേകിച്ച് ആയിഷയിൽ വലിയ അസൂയ ഉണ്ടാക്കിയിരുന്നു. നബി ഇബ്രാഹിമിനെ എടുത്ത് ആയിഷയുടെ അടുത്ത് ചെന്ന്, ഇവൻ എന്നോട് രൂപസാദൃശ്യമില്ലേ എന്നു ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ തോന്നുന്നില്ല എന്നവർ മറുപടി നൽകിയത് ചരിത്രത്തിലെ ഒരു ഏടാണ്. അതുപോലെ കുട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പുകഴ്ത്തിയപ്പോഴും ഈ കുട്ടിക്ക് ലഭിക്കുന്ന അത്രയും പാൽ കുടിക്കുന്ന ഏതൊരു കുട്ടിക്കും ഈ ആരോഗ്യമുണ്ടാകും എന്നായിരുന്നു ആയിഷയുടെ മറുപടി. ഇത് കേവലമൊരു സ്ത്രീസഹജമായ മത്സരം എന്നതിലുപരി ആ കാലഘട്ടത്തിലെ കുടുംബത്തിനകത്തെ രാഷ്ട്രീയത്തെയും സൂചിപ്പിക്കുന്നു. ഇന്ന് പലരും വാദിക്കുന്നത് മാരിയ പ്രവാചകന്റെ ഭാര്യയായിരുന്നു എന്നാണ്. എന്നാൽ ഇസ്ലാമിക ചരിത്രത്തിലെ ആധികാരിക രേഖകൾ പരിശോധിച്ചാൽ അവൾ ഒരു മിൽക്കുൽ യമീൻ അഥവാ ലൈംഗിക അടിമയായിരുന്നു എന്ന് വ്യക്തമാകും. വിവാഹം കഴിക്കാതെ തന്നെ ഒരു പുരുഷന് തന്റെ ഉടമസ്ഥതയിലുള്ള അടിമസ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെടാൻ ഇസ്ലാം അന്ന് അനുവാദം നൽകിയിരുന്നു.
ഇത് നിയമവിരുദ്ധമോ അവിഹിതമോ ആയി അക്കാലത്ത് കണക്കാക്കപ്പെട്ടിരുന്നില്ല. മാരിയയ്ക്ക് പത്നിമാരുടെ പദവി ഉണ്ടായിരുന്നില്ല എങ്കിലും ഇബ്രാഹിമിന്റെ ഉമ്മ എന്ന നിലയിൽ അവൾ വലിയ രീതിയിൽ ആദരിക്കപ്പെട്ടു. നബിയുടെ മരണശേഷം അബൂബക്കറിന്റെയും ഉമറിന്റെയും ഭരണകാലത്ത് മാരിയയ്ക്ക് എല്ലാവിധ പരിഗണനകളും ലഭിച്ചിരുന്നു. ഖലീഫ ഉമർ മാരിയയുടെ ചെലവുകൾക്കായി പൊതുഖജനാവിൽ നിന്ന് പണം നൽകുകയും ചെയ്തിരുന്നു. ഹിജ്റ 16-ൽ മാരിയ അന്തരിച്ചപ്പോൾ ഉമർ തന്നെയാണ് അവളുടെ മയ്യിത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകിയത്. മദീനയിലെ ജന്നത്തുൽ ബഖീയിലാണ് അവൾ അടക്കം ചെയ്തിരിക്കുന്നത്. ഒരു വിദേശ രാജ്യത്തുനിന്ന് ഒരു രാഷ്ട്രീയ ഉപഹാരമായി വന്ന് മദീനയിലെ ജീവിതങ്ങളിൽ നിർണായകമായ പല മാറ്റങ്ങൾക്കും സാക്ഷിയായ മാരിയത്തുൽ കിബ്തിയയുടെ ചരിത്രം വെറുമൊരു വ്യക്തിയുടെ കഥയല്ല. അത് ആ കാലഘട്ടത്തിലെ സാമൂഹിക നിയമങ്ങളുടെയും അടിമത്ത സമ്പ്രദായത്തിന്റെയും പ്രവാചക കുടുംബത്തിനകത്തെ വൈകാരിക തലങ്ങളുടെയും ആകെത്തുകയാണ്. അടിമയായി വന്ന് പ്രവാചകന്റെ മകന്റെ ഉമ്മയായി മാറി ചരിത്രത്തിന്റെ ഭാഗമായ മാരിയ ഇന്നും പല ചർച്ചകളിലും ഒരു സമസ്യയായി തുടരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ചരിത്രപരമായ ഒരു ഉൾക്കാഴ്ച നൽകിയെന്ന് കരുതുന്നു. നന്ദി.